ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റബോളിക് പ്രോസസ്സാണ്. അതായത് നമ്മുടെ ശരീരത്തിലാണെങ്കിലും ബാക്ടീരിയയുടെ ശരീരത്തിനാണെങ്കിലും അവരുടെ എനർജിക്ക് വേണ്ടിയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഗ്ലൈക്കോളിസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഗ്ലൈക്കോ മീൻസ് ഗ്ലൂക്കോസ് ആൻഡ് ലൈസിസ് മീൻ ബ്രേക്ക് ഡൗൺ. അപ്പോൾ എന്താണ്, ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഈ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന ഈ പ്രോസസ്സ് നടക്കുന്നത് സൈറ്റോസോളിൽ വെച്ചിട്ടാണ്. ദെൻ നമുക്ക് അറിയാം, ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു 6 കാർബൺ കോമ്പൗണ്ടാണ്. ഈ 6 കാർബൺ കോമ്പൗണ്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് 2 മോളിക്യൂൾ ഓഫ് പൈറുവേറ്റ്. ഈ പൈറുവേറ്റ് എന്ന് പറയുന്നത് 3 കാർബൺ കോമ്പൗണ്ടാണ്. അപ്പോൾ ഈ 6 കാർബൺ കോമ്പൗണ്ടായിട്ടുള്ള ഗ്ലൂക്കോസ് കൺവേർട്ട് ചെയ്ത് ലാസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നതാണ് പൈറുവേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് 2 പൈറുവേറ്റ് ഇതിൽ നിന്ന് കിട്ടും. ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള 2 പൈറുവേറ്റ് കിട്ടും. ദെൻ ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എനർജി ആയിട്ട് നമുക്ക് ATPയും NADHും കിട്ടും. ഈ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് 2 ഫേസിലാണ്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് കൺവേർട്ടഡ് ടു ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആൻഡ് ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് കൺവേർട്ട് ചെയ്ത് പൈറുവേറ്റ് ആവുന്നത്. അപ്പം ഈ ഒരു ഫസ്റ്റ് ഫേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾക്ക് ഇതിനെ കൺവേർഷന് വേണ്ടിയിട്ട് എനർജി അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, എനർജി യൂസ് ഇൻസ്റ്റെഡ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ പ്രൊഡക്ഷന് പകരം എന്താണ്, എനർജി നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. ആ എനർജി അങ്ങോട്ട് കൊടുത്തുകൊണ്ട്, അതായത് ADP കൺവേർട്ട് ചെയ്ത് ATP കൺവേർട്ട് ചെയ്ത് ADP ആക്കി മാറ്റി, അങ്ങനെ എനർജി യൂസ് ചെയ്തിട്ടാണ് ഈ ഫസ്റ്റ് ഫേസ് നടക്കുന്നത്. സെക്കൻഡ് ഫേസിലാണ് എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി ഈ പ്രോസസ്സ് നടക്കാൻ സൈറ്റോസോളിനകത്ത് എപ്പോഴാണോ ഗ്ലൂക്കോസ് എൻ്റർ ആവുന്നത് ആ ഒരു ടൈമിലായിരിക്കും ഈ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ദെൻ ഇനി ആ സ്റ്റെപ്പ് എങ്ങനെയാണ്, ഫസ്റ്റ് വൺ ഗ്ലൂക്കോസ് എൻ്റർ ചെയ്തു, സൈറ്റോസോളിൽ ഗ്ലൂക്കോസ് എൻ്റർ ചെയ്തു. ആ ഗ്ലൂക്കോസിനെ ഹെക്സോകൈനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഈ ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നു. ആ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കി മാറ്റുമ്പോൾ അവിടെ ഒരു ATP മോളിക്യൂൾ ഒരു ADP ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെ ഒരു എനർജി യൂസ് ചെയ്തു, ATP ADP ആയിട്ട് കൺവേർട്ട് ചെയ്തു. ദെൻ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഫോം ചെയ്തു. ആ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഐസോമറൈസ് എൻസൈമിൻ്റെ ഹെൽപ്പോടുകൂടി ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയി. ദെൻ ഫോസ്ഫോഫ്രക്ടോകൈനേസിൻ്റെ ഹെൽപ്പോടുകൂടി ഈ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആയിട്ട് മാറും. ഈ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആകുമ്പോഴത്തേക്കും അവിടെയും ഒരു ATPയെ യൂസ് ചെയ്ത് ADP ആക്കി മാറ്റും. ഈ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ഇവിടം വരെയുള്ള സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത്, ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. അതായത് ഈ ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആൽഡോലൈസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ 2 ഇതായിട്ട് മാറും, ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റും ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും. ഈ ഇത്രയും വരെയുള്ളൊരു ഫേസിനാണ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ദെൻ ഇത് രണ്ടും ഐസോമറൈസ് എൻസൈം വെച്ചിട്ട് എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഈ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഐസോമറൈസിൻ്റെ പ്രസൻസിൽ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആയിട്ട് മാറി പിന്നെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിനോട് ഇങ്ങനെ കോമൺ ആയിട്ട് എഴുതിയേക്കുന്നത്. ദെൻ ഫ്രക്ടോസ് 1,6 ഫോസ്ഫേറ്റ് ആൽഡലൈസ് എൻസൈമിൻ്റെ ഹെൽപ്പോടുകൂടി 2ആയിട്ട് കൺവേർട്ട് ചെയ്യും, ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റും ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും. ഈ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഐസോമറൈസിൻ്റെ പ്രസൻസിൽ വീണ്ടും ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആവും. ദെൻ ഈ ഗ്ലിസറാൾഡിഹൈഡ് ഇപ്പോൾ 2 മോളിക്കൂളായില്ലേ, ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്ത് ചെയ്യും, ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രജനൈസ് എൻസൈമിൻ്റെ ഹെൽപ്പോടുകൂടി എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇൻഓർഗാനിക് മോളിക്യൂളായിട്ടുള്ള PO4 യൂസ് ചെയ്യും. അത് ആ സമയം തന്നെ ഇവിടെ എന്തൊരു എനർജി പ്രൊഡക്ഷൻ നടക്കും, NADH ആയിട്ട് മാറും. അപ്പോൾ അവിടെ ഒരു എനർജി പ്രൊഡക്ഷൻ നടന്നു. ദെൻ ഈ ഉണ്ടായ 1,3 ബിസ് ഫോസ്ഫേറ്റ് ഗ്ലിസറേറ്റ് ഫോസ്ഫോ ഗ്ലിസറേറ്റ് കൈനേസിൻ്റെ പ്രസൻസിൽ 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് മാറുമ്പോഴേക്കും അവിടെ എന്താണ്, ADP കൺവേർട്ടഡ് ടു ATP. അപ്പോൾ അവിടെ ഒരു എനർജി കിട്ടി. ദെൻ ഈ 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ് കൺവേർട്ടഡ് ടു 2 ഫോസ്ഫോ ഗ്ലിസറേറ്റ് എന്തിൻ്റെ പ്രസൻസിലാണ്, ഫോസ്ഫോ ഗ്ലിസറേറ്റ് മ്യൂട്ടേസിൻ്റെ ഹെൽപ്പോടുകൂടി ആ എൻസൈമിൻ്റെ പ്രസൻസിൽ 2 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയി. ദെൻ ആ 2 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് ആയിട്ട് മാറി. ഇതിൻ്റെ പ്രസൻസിൽ എനോലൈസ് എന്ന് പറയുന്ന എൻസൈമും അതുപോലെ തന്നെ മഗ്നീഷ്യം അയോൺസിനെയും യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്യും. അതുപോലെ തന്നെ എനലൈസ് എൻസൈമിൻ്റെയും പ്രസൻസിൽ ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് പൈറുവേറ്റ് കൈനേസ് എന്ന് പറയുന്നത്. ആ ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് കൈനേസിൻ്റെ ഹെൽപ്പോടുകൂടി പൈറുവേറ്റ് ആകുമ്പോഴേക്കും അവിടെ എന്താണ്, ATP
ADP ATP ആയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കും. അപ്പോൾ എവിടെയൊക്കെയാണ് ഈ മേലത്തെ ഫസ്റ്റ് ഫേസിലുള്ള ഇവിടെ ഒരു ATP യൂസ് ചെയ്തു, ഇവിടെ ഒരു ATP യൂസ് ചെയ്തു. ഇനി രണ്ടാമത്തെ ഫേസ് ഇവിടെ ഒരു ATP പ്രൊഡ്യൂസ് ചെയ്തു, ഇവിടെ ഒരെണ്ണം പ്രൊഡ്യൂസ് ചെയ്തു, ഇവിടെ ഒരെണ്ണം പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള നെറ്റ് എനർജി നോക്കാം. നമ്മൾ എത്ര എടുത്തത്? ഒരു ഗ്ലൂക്കോസ് മോളിക്കൂളാണ് എടുത്തത്. ഓക്കെ, ഒരു ഗ്ലൂക്കോസ് മോളിക്കൂളാണ് എടുത്തത്. ആ ഒരു ഗ്ലൂക്കോസ് മോളിക്കൂളും നമ്മൾ എന്തോ യൂസ് ചെയ്തു? 2 ADP യൂസ് ചെയ്തു, 2 ഇനോർഗാനിക് ഫോസ്ഫേറ്റും 2 NAD+ യൂസ് ചെയ്തു. അതായത് അതിനകത്ത് വന്നത് നമുക്ക് കിട്ടിയത് എന്താ? 2 പൈറുവേറ്റ് ഫോം ചെയ്തു, അതിനകത്ത് 2 ATPയും 2 NADH നമുക്ക് കിട്ടി. ഈ ADP 2 എണ്ണം ആയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ, ഇത് 1 ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് കൺവേർട്ട് ചെയ്ത് വരുമ്പം ഒരു ATP, ഈ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആയിട്ടും ഇതേ സെയിം റിയാക്ഷൻ തന്നെ വീണ്ടും നടക്കുമ്പോൾ വീണ്ടും ഒന്നുകൂടെ, അങ്ങനെ 1 2. അപ്പോൾ അതുകൊണ്ടാണ് ടോട്ടൽ 2 ATPയും 2 NADH എന്ന് പറഞ്ഞേക്കുന്നത്. ഇതാണ് നെറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്.